പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്ന് മൊബൈൽ ഫോൺ പിടികൂടി. ജയിലിലെ ആശുപത്രികളിലെ സ്റ്റോറിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ഫോണ്. ജയിൽ അധികൃതർ പരാതി നൽകിയിട്ടും പൂജപ്പുര പോലീസ് നടപടി എടുക്കുന്നില്ല എന്ന ആക്ഷേപം ഉയരുന്നുണ്ട്. ഈ മാസം 7-നാണ് തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്ന് മൊബൈൽ ഫോൺ പിടികൂടിയത്. ജയിലിനുള്ളിലെ ഹോമിയോ ആശുപത്രിയിൽ മരുന്നുകൾക്കിടയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ഫോൺ. രഹസ്യവിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ജയിൽ അധികൃതർ നടത്തിയ പരിശോധനയിലാണ് ഫോൺ ആശുപത്രിയിലെ സ്റ്റോറിൽ നിന്ന് കണ്ടെത്തുന്നത്. പോത്തൻകോട് റെജി കൊലക്കേസിലെ പ്രതിയും CPM പ്രവർത്തകനുമായ വിനീത്, ആലപ്പുഴ രഞ്ജിത്ത് ശ്രീനിവാസൻ കേസിലെ പ്രതിയും SDPI പ്രവർത്തകനുമായ മുഹമ്മദ് അസ്ലം എന്നിവരാണ് സ്റ്റോറിൽ ജോലി നോക്കുന്നത്. ഇവർ രഹസ്യമായി ഫോൺ ഉപയോഗിച്ചിരുന്നു എന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ ജയിൽ അധികൃതർ കണ്ടെത്തിയത്. സംഭവം നടന്ന അന്നു തന്നെ പൂജപ്പുര പോലീസിൽ ജയിലധികൃതർ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ FIR രജിസ്റ്റർ ചെയ്തതല്ലാതെ തുടരന്വേഷണം നടന്നില്ല. സംഭവം നടന്ന 6 ദിവസമായിട്ടും ഫോൺ കസ്റ്റഡിയിലെടുക്കുവാനോ ജയിലിലെത്തി അന്വേഷണം നടത്താനോ പൂജപ്പുര പോലീസ് തയ്യാറായിട്ടില്ല. ഇന്റലിജൻസ് വിഭാഗം ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ജയിലിലെത്തി അന്വേഷണം നടത്തിയിട്ടുണ്ട്. പോലീസ് അന്വേഷണത്തിൽ മാത്രമേ ഫോണിലൂടെ ആരെയൊക്കെ ബന്ധപ്പെട്ടു, ആരുടെ പേരിലാണ് സിം കാർഡ് എന്നത് അടക്കമുള്ള വിവരങ്ങൾ പുറത്തുവരൂ. ശ്രീധർ, 24, തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.